സുപ്രീം കോടതി നിരോധിച്ച ജല്ലിക്കെട്ടിന് സർക്കാരിന്റെ അംഗീകാരം. ജല്ലിക്കെട്ടിന് അനുമതി നൽകിയുള്ള ഓർഡിനൻസിൽ ഗവർണർ വിദ്യാസാഗർ റാവു ഒപ്പുവച്ചു. മൃഗസ്നേഹ സംഘടനകൾ കോടതിയെ സമീപിക്കുന്നത് തടയാൻ സുപ്രീം കോടതിയുടെ പ്രവർത്തന സമയത്തിന് ശേഷമാണ് ഓർഡിനൻസ് അംഗീകരിച്ചത്. മൃഗസ്നേഹ സംഘടനകൾ കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് നാളെ ഞായറാഴ്ച തന്നെ ജല്ലിക്കെട്ട് നടത്തും. ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പനീർസെൽവം മധുരയിലേക്ക് പുറപ്പെട്ടു. മനു ശങ്കർ ചേരുന്നു. മനു, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, സുപ്രീം കോടതി നിരോധിച്ച ജല്ലിക്കെട്ടിന് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നു. കേന്ദ്ര നിയമ മന്ത്രാലയവും പരിസ്ഥിതി മന്ത്രാലയവും അംഗീകാരം നൽകിയ ഓർഡിനൻസ് സംസ്ഥാന മന്ത്രിസഭാ യോഗവും അംഗീകാരം നൽകി. തുടർന്ന് ഗവർണർക്ക് സമർപ്പിച്ചു. തമിഴ്നാടിന്റെ ചുമതലയുള്ള മഹാരാഷ്ട്ര ഗവർണർ സി വിദ്യാസാഗർ റാവു വൈകിട്ട് 5 മണിക്ക് ജല്ലിക്കെട്ടിന്റെ ഓർഡിനൻസിൽ ഒപ്പുവെച്ചതോടെ ജല്ലിക്കെട്ടിന് വേണ്ടിയുള്ള ജനകീയ മുന്നേറ്റങ്ങൾക്ക് പരിസമാപ്തിയാവുകയാണ്. മധുരയിലെ അളകാനെല്ലൂരിൽ നാളെ രാവിലെ 10 മണിക്ക് തന്നെ ജല്ലിക്കെട്ട് നടത്താനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനായി മുഖ്യമന്ത്രി പനീർസെൽവം മധുരയിലേക്ക് തിരിച്ചു. മൃഗസ്നേഹി സംഘടനകൾ ഓർഡിനൻസ് വന്നാൽ ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ പ്രവർത്തന സമയത്തിന് ശേഷമാണ് ഓർഡിനൻസിന് അംഗീകാരം നൽകിയത്. നാളെ ഞായറാഴ്ചയായതിനാൽ മൃഗസ്നേഹ സംഘടനകൾക്ക് സുപ്രീം കോടതിയെ തിങ്കളാഴ്ച സമീപിക്കാനേ ആകുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ നാളെ ഞായറാഴ്ച തന്നെ ജല്ലിക്കെട്ട് നടത്തി പ്രശ്നപരിഹാരം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര നിയമ മന്ത്രാലയവും സംസ്ഥാന സർക്കാരിനും മുമ്പാകെ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ജല്ലിക്കെട്ട് സംഘാടകരുമായും ജില്ലാ അധികൃതരുമായും കൂടിക്കാഴ്ച നടത്തി. ജല്ലിക്കെട്ട് മൈതാനങ്ങളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നാളെ രാവിലെ 11-ന് അതത് ജില്ലകളിലെ മന്ത്രിമാർ ഈ ജല്ലിക്കെട്ട് ഉദ്ഘാടനം ചെയ്യും. എന്തായാലും ഈ സുപ്രീം കോടതി ഒരാഴ്ചത്തേക്ക് വിധി പറയാൻ മാറ്റിവെച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഓർഡിനൻസിലൂടെ ജല്ലിക്കെട്ടിന് ഇപ്പോൾ നിയമപരമായിരിക്കുന്നത്. ധന്യ. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടാൻ RSS BJP നേതൃത്വങ്ങൾ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കണ്ണൂരിൽ കലോത്സവം നടക്കുന്ന പ്രദേശത്ത് പോലും സംഘർഷമുണ്ടാക്കി സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് RSS എന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്വാശ്രയ കോളേജുകളിൽ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM എടുത്തിരിക്കുന്ന പരസ്യമായ നിലപാട് സതുദ്ദേശപരമായ നിലപാടാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കേരളത്തെ ഒരു കലാപ സംസ്ഥാനമാക്കി മാറ്റാനുള്ള നീക്കം RSS ഉപേക്ഷിക്കണം. ബോധപൂർവം കേരളത്തിൽ കുഴപ്പമുണ്ടാക്കണമെന്നുള്ള നീക്കം RSSനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അത്തരം നീക്കങ്ങൾ സൗദ്ദേശപരമല്ല, സമാധാനത്തിന് സഹായകരമല്ല. അക്രമം നടത്തുന്ന RSSകാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സമാധാന ശ്രമങ്ങളെ തകർക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന് വേണ്ടി തന്നെയാണ് പാർട്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അണ്ടല്ലൂർ സന്തോഷ് വധക്കേസിൽ 6 പേരെ അറസ്റ്റ് ചെയ്തു. രോഹിൻ, മിഥുൻ, പ്രജുൽ, സനിൽ, രുജേഷ്, അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ ധർമ്മടത്ത് സന്തോഷിന്റെ കൊലയ്ക്ക് പിന്നിൽ സ്വത്ത് തർക്കമെന്ന് MV ജയരാജൻ. കൊലയ്ക്ക് രാഷ്ട്രീയ നിറം നൽകാൻ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. CPIM പ്രവർത്തകർ പ്രതികളായാൽ സംരക്ഷിക്കില്ലെന്നും MV ജയരാജൻ കോഴിക്കോട് പ്രതികരിച്ചു. കണ്ണൂരിലെ സംഭവത്തിൽ രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അത് സ്വത്ത് തർക്കത്തെ തുറന്നുണ്ടായ ഒരക്രമവും മരണവുമാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഏറ്റവും തെറ്റായിട്ടുള്ള നടപടി. CPMൻ്റെ ആരെങ്കിലും അതിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് CPIM സ്വീകരിക്കുകയുമില്ല. വികസന പദ്ധതി നിർവഹണത്തിൽ പ്രാദേശിക സർക്കാരുകൾ സമയനിഷ്ഠ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവസാന ദിവസങ്ങളിൽ തിരക്കിട്ട് തുക ചെലവഴിച്ചു തീർക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി. 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നവകേരളത്തിന് ജനകീയാസൂത്രണം എന്ന കർമ്മപരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. EK നായനാർ സർക്കാർ തുടക്കമിട്ട ജനകീയാസൂത്രണത്തിന് 20 വർഷങ്ങൾക്ക് ശേഷം പുതുചൈതന്യം പകരുന്ന പദ്ധതിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 4 മിഷനുകളുടെയും വകുപ്പുകളുടെയും ഏകീകരണത്തിലൂടെ വികസന പദ്ധതികൾക്കായുള്ള ആശയ രൂപീകരണത്തിന് വേദി തുറന്നാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത്. പ്രാദേശിക സർക്കാരുകൾ അവസാന മാസങ്ങളിൽ പദ്ധതി തുക ചെലവഴിച്ച് തീർക്കാൻ ശ്രമിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. ഏപ്രിൽ 1-ന് നിർവഹണം തുടങ്ങാനാവും വിധം പദ്ധതികൾ വളരെ നേരത്തെ തുടങ്ങണം. ജനപങ്കാളിത്തവും സമയനിഷ്ഠയും ഒരുമിച്ച് കൈവരിക്കണം. വളരെ തിരക്കിട്ട് തീർക്കേണ്ട ഒന്നാണ് പദ്ധതി നിർവഹണമെന്ന ധാരണ മാറ്റിയെടുക്കണം. ഇപ്പോൾ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും പ്രാദേശിക സർക്കാരുകൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം. പദ്ധതി രൂപീകരണവും ജനപങ്കാളിത്തവും സമയനിഷ്ഠയും
ഒരുമിച്ച് കൈവരിക്കാനാവണം. പ്രാദേശിക പദ്ധതി നിർവഹണത്തിലെ അഴിമതിക്കാർക്കെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണം. സംസ്ഥാനതല പദ്ധതികൾക്കൊപ്പം പ്രാദേശിക പദ്ധതികൾക്കും പ്രാധാന്യം നൽകും. പോരായ്മകൾ പരിഹരിച്ച് ജനകീയാസൂത്രണം മെച്ചപ്പെടുത്താനാണ് 13ാം പദ്ധതിക്കാലത്ത് ലക്ഷ്യമിടുന്നത്. പ്രാദേശിക സർക്കാരിൽ ഉത്തരവാദിത്തം കെട്ടിവെച്ച സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറില്ല. ഇക്കാര്യത്തിൽ വകുപ്പുകളുടെ സഹകരണം ഉറപ്പാക്കും. നോട്ട് പ്രതിസന്ധി, വരൾച്ച എന്നിവ മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് സർക്കാർ പരിഹാരം കണ്ടെത്തും. കറൻസി പ്രശ്നം, വരൾച്ച ഇവയെല്ലാം ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെന്ന് വസ്തുതയാണ്. ആ പ്രതിസന്ധി വളരെ വൈകാതെ തന്നെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തെ വളർച്ചയുടേതായ ഒരു ഉയർന്ന പന്ഥാവിലേക്ക് നയിക്കാൻ ഉതകിയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കക്ഷി രാഷ്ട്രീയ തർക്കങ്ങൾ നാടിന്റെ വികസന വിഷയത്തിൽ വിലങ്ങുതടിയാകരുതെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. അതേസമയം ജനകീയാസൂത്രണ പദ്ധതിയിൽ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ലെന്ന് ആരോപിച്ച പ്രതിപക്ഷം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന് തുറന്ന മനസ്സാണെന്നും പ്രതിപക്ഷവുമായി പങ്കാളിത്തം ഉറപ്പാക്കാൻ തയ്യാറാണെന്നും ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. മന്ത്രിമാരായ AC മൊയ്തീൻ, തോമസ് ഐസക്, VS സുനിൽകുമാർ, KT ജലീൽ, രവീന്ദ്രനാഥ്, E ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ 8 പേർക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ രണ്ടാമത്തെ കുറ്റപത്രവും ഉതുപ്പ് വർഗീസിനെ പ്രതിയാക്കിയ ആദ്യ കുറ്റപത്രവുമാണ് CBI കോടതിയിൽ സമർപ്പിച്ചത്. മുൻ പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസ് അഡോൾഫ് ലോറൻസ് ആണ് ഒന്നാം പ്രതി. റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽ ഷറഫ മാൻപവർ കൺസൾട്ടൻസിയുടെ ഉടമ ഉതുപ്പ് വർഗീസ്, ഇയാളുടെ ഭാര്യ സൂസൻ വർഗീസ് എന്നിവരടക്കം 8 പേർക്കെതിരെയാണ് CBIയുടെ രണ്ടാം കുറ്റപത്രം. കുറ്റപത്രത്തിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവുമായി റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽ ഷറഫ മാൻപവർ കൺസൾട്ടൻസി ഉണ്ടാക്കിയ കരാർ പ്രകാരം 19,500 രൂപയാണ് സർവീസ് ചാർജായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു നഴ്സിൽ നിന്ന് ഈടാക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതിന്റെ 100 ഇരട്ടിയായ 19.5 ലക്ഷം രൂപയാണ് ഏജൻസി ഒരു നഴ്സിൽ നിന്ന് പിഴിഞ്ഞത്. ഇത്തരത്തിൽ 1200 നഴ്സുമാരെ കുവൈറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തതായും 100 കോടിയോളം രൂപ സംഘം തട്ടിയെടുത്തതുമാണ് CBI കേസിന് ആധാരം. 2014 ഡിസംബറിനും 2015 മാർച്ചിനും ഇടയ്ക്കാണ് റിക്രൂട്ടിംഗ് തട്ടിപ്പ് നടന്നത്. 230 കോടി രൂപയുടെ തട്ടിപ്പിനാണ് സംഘം പദ്ധതിയിട്ടിരുന്നതെന്നും CBI കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ രണ്ടാം കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിച്ചത്. മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫ് ലോറൻസിനെ ഒന്നാം പ്രതിയാക്കിയും റിക്രൂട്ടിംഗ് ഏജൻസിയായ അൽ ഷറഫ മാൻപവർ കൺസൾട്ടൻസിയെ രണ്ടാം പ്രതിയാക്കിയും ഇതിന്റെ ഉടമ മൈലക്കാട്ട് ഉതുപ്പ് വർഗീസിനെ മൂന്നാം പ്രതിയാക്കിയും ഇയാളുടെ ഭാര്യ സൂസൻ വർഗീസുമടക്കം മറ്റ് 8 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അൽ ഷറഫ ജീവനക്കാരായ ജോസി, പ്രദീപ് KS, ഹവാല ഇടപാടുകാരായ VS സുരേഷ് ബാബു, K അബ്ദുൾ നാസർ എന്നിവരാണ് മറ്റു പ്രതികൾ. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ CBI ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിലും ഒന്നാം പ്രതി മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫസ് ലോറൻസ് തന്നെയാണ്. ജനുവരി 8-ന് CBI കോടതിയിൽ സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിൽ പാനേഷ്യ ട്രാവൽസ് ആൻഡ് MD MK സലീം, ട്രസ്റ്റ് ഇന്റർനാഷണൽ ഉടമ സാജൻ എന്നിവരും പ്രതികളാണ്. റിക്രൂട്ടിംഗ് തട്ടിപ്പിന് എമിഗ്രൻസ് ഉദ്യോഗസ്ഥൻ തന്നെ കൂട്ടുനിന്നതിനെ ഏറെ ഗൗരവത്തോടെയാണ് CBI കാണുന്നത്. അതേസമയം രണ്ടാം കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഉതുപ്പ് വർഗീസ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാരനെന്ന വാർത്തകളും മുമ്പ് പുറത്തു വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം പരിപാടിയുടെ മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം കേരളത്തിലെ അക്കാദമിക് സമൂഹത്തിൽ മുഖവുര ആവശ്യമില്ലാത്ത പേരായി ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം മാറിയിരിക്കുകയാണ്. പുതിയ തലമുറക്കായി സമർപ്പിക്കപ്പെട്ട അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ സമാനതകളില്ലാത്ത പരിപാടിയായി വളർന്നിരിക്കുന്നു. ഇത് ദേശാഭിമാനിയെ മാത്രമല്ല സാംസ്കാരിക കേരളത്തെ ആകെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അക്ഷരമുറ്റം ലോക റെക്കോർഡിലെത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള അക്ഷരമുറ്റം അറിവുത്സവത്തിൽ വിജയികളാവുക എന്ന സൗഭാഗ്യത്തിന് ഉടമകളായ മുഴുവൻ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്യട്ടെ. ഈ ഘട്ടത്തിൽ എല്ലാവിധ അനുമോദനങ്ങളും അവർക്ക് അർപ്പിക്കുന്നു. നമ്മുടെ സ്കൂൾ കലോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ്. ഇവിടെ ഈ മേള ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന
ഒരു പരിപാടിയായി അക്ഷരമുറ്റം ക്വിസ് മാറിയിരിക്കുന്നു എന്നത് വസ്തുതയാണ്. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായി അക്ഷരമുറ്റം ക്വിസ് മാറിയിരിക്കുകയാണ്. സ്കൂൾ തലം മുതൽ ഇങ്ങോട്ട് 10,000-കണക്കിന് കുട്ടികളാണ് ഇതിൽ പങ്കാളികളാകുന്നത്. സ്കൂൾ തലം കഴിഞ്ഞാൽ സബ് ജില്ല, പിന്നെ ജില്ല. ഇതിലെല്ലാം ജയിച്ച് കയറുക എന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. സംസ്ഥാന തലത്തിൽ വിജയിച്ച നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന സമ്മാനവും നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഉത്തരേന്ത്യൻ യാത്രയും അതിനേക്കാളെല്ലാം വലുതാണ് ഇതിൽ വിജയികളായിക്കൊണ്ട് നേടിയ അംഗീകാരം എന്ന് ഓരോ വിദ്യാർത്ഥിയും തിരിച്ചറിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സാധാരണ നിലക്ക് ഒരു പരാതി ഉയരാറുണ്ട്. അത് കുട്ടികൾ പത്രവായനയിൽ നിന്ന് അകലുന്നു എന്നതാണ്. പാഠപുസ്തകത്തിനപ്പുറം മറ്റൊന്നും വായിക്കണ്ട എന്ന് കരുതുന്നവരും കുട്ടികളിലുണ്ട് എന്നതും വസ്തുതയാണ്. ഫേസ്ബുക്കും വാട്സപ്പും ഇൻ്റർനെറ്റും ഒക്കെ നമ്മുടെ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്നുമുണ്ട്. ഇവയൊന്നും വേണ്ട എന്ന രീതിയിൽ പറയല്ല, പക്ഷേ നല്ല രീതിയിൽ ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ ചെറുപ്പത്തിലേ ശീലിക്കേണ്ടതായിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾക്കല്ല കുഴപ്പം, അവയെ ആര് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം. ടെലിവിഷൻ, സിനിമ തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ആരാണ് അവയുടെ പിന്നിൽ മറഞ്ഞു നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണിക്കുന്നത്? എന്താണ് അവരുടെ ലക്ഷ്യം? ഇത് ചിന്തിക്കാതെ കാണുന്നതെല്ലാം വിശ്വസിച്ചാൽ നാം ചതിക്കുഴിയിൽ വീഴാൻ ഇടയുണ്ട്. ഇവിടെയാണ് പത്രവായനയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അച്ചടി മാധ്യമങ്ങൾ വായിക്കുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് യുക്തിപൂർവം ചിന്തിക്കാൻ അവസരമുണ്ടാകുന്നുണ്ട്. ഒരു ദൃശ്യമാധ്യമം കാണുമ്പോൾ ആ ദൃശ്യത്തിൻ്റെ പിന്നാലെ നമ്മൾ ഒഴുകിപ്പോവുകയാണ്. അപ്പോൾ ചിന്തിക്കാൻ നേരമുണ്ടാവില്ല. പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കാനും ശരിയാണോ എന്ന് ആലോചിക്കാനും സാധിക്കുമെന്ന പ്രത്യേകതയുണ്ട്. എന്ന് വെച്ച് പത്രങ്ങളെല്ലാം നിഷ്പക്ഷമാണ് എന്ന് കരുതാനും പാടില്ല. നിഷ്പക്ഷം എന്ന് അവകാശപ്പെടുന്ന കുറേ പത്രങ്ങളുണ്ട്, പക്ഷേ അവയ്ക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നതാണ് വസ്തുത. ദേശാഭിമാനി കൃത്യമായ പക്ഷമുള്ളൊരു പത്രമാണ്. അധ്വാനിക്കുന്ന ജനങ്ങളുടെ പക്ഷമാണത്. എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിയുടെ മുഖപത്രം എന്ന നിലയിൽ നിന്ന് ബഹുജന പത്രമായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് അക്ഷരമുറ്റം പോലുള്ള സപ്ലിമെൻറ്റുകൾ തുടങ്ങിയത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമായ എന്തെല്ലാം വിഭവങ്ങളാണ് ഇപ്പോൾ പത്രത്തോടൊപ്പമുള്ളത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ചിലരെ പ്രത്യേക താല്പര്യത്തോടെ മറച്ചു വെക്കുന്ന വാർത്തകളും വിശകലനങ്ങളും ദേശാഭിമാനിയിലൂടെ അറിയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ലോകത്തിൻ്റെ മറുവശം അറിയണമെങ്കിൽ ഇത്തരം പത്രങ്ങൾ വായിക്കണം എന്ന അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി പത്രം വായിച്ചാൽ നമുക്ക് കിട്ടുന്ന അറിവ് വളരെ വലുതാണ്.
വാർത്തകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പത്രത്തിൽ വരുന്ന മുഖപ്രസംഗവും. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾ നിത്യവും പത്രം വായിക്കുക, അതിലെ പ്രധാന കാര്യങ്ങൾ കുറിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനൊരു ശീലം ചെറുപ്പത്തിലേ ഉണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെടുകയാണ്. കുറേ ചോദ്യങ്ങൾ ഗുളിക രൂപത്തിൽ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അവയെക്കുറിച്ച് ശരിയായൊരു ബോധം വേണം, ഒരു അവബോധം വേണം. അറിവ് തിരിച്ചറിവും ബോധവുമായി മാറ്റാൻ നമുക്ക് കഴിയണം. ബോധം പ്രവൃത്തിയിൽ പ്രതിഫലിക്കുകയും വേണം. അതോടൊപ്പമാണ് രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിലുള്ള താല്പര്യം ഉണ്ടാവേണ്ട പ്രശ്നവും വരുന്നത്. പത്രങ്ങൾ വായിക്കാനും അവയിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ കൂടുതൽ വായന കൊണ്ട് വളർത്താനും പ്രേരിപ്പിക്കുന്നതാണ് അക്ഷരമുറ്റം അറിവുത്സവം. ഈ ഉത്സവം പൂർവാധികം ഗംഭീരമായി ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അക്ഷരമുറ്റം വിജയികളായ മിടുക്കന്മാരെയും മിടുക്കികളെയും സംഘാടകരെയും സ്പോൺസർമാരെയുമെല്ലാം അഭിനന്ദിക്കുന്നു. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട്, കാരണം ഇപ്പോൾ ഒരു പ്രസംഗമല്ല ആവശ്യം, ഇതിന് ശേഷമുള്ള മോഹൻലാലിൻ്റെ പ്രസംഗമുണ്ട്, പിന്നെ ആദരണീയനായ സാനുമാഷ് സംസാരിക്കാനുണ്ട്, അതിനുശേഷം ചില പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ദേശാഭിമാനി അക്ഷരമുറ്റം പരിപാടിയുടെ സമ്മാനദാന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മുഖ്യാതിഥിയായി മോഹൻലാലും സാനുമാസ്റ്ററും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വാർത്തകളിലേക്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണം ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്യൂൺ നിയമനം നടത്താൻ നീക്കം. സിൻഡിക്കേറ്റ് നിയമിച്ച സെലക്ഷൻ കമ്മിറ്റിയിൽ ഇടതംഗങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരിൽ നിന്ന് പ്യൂൺ നിയമനം നടത്താൻ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് ചോർന്നതിലും നിയമന അഴിമതി സംബന്ധിച്ചും ഉന്നതതല അന്വേഷണം നടത്താതെ നിയമന നടപടികൾ പൂർത്തിയാക്കാനാണ് സർവകലാശാലയുടെ ശ്രമം. കാലിക്കറ്റ് സർവകലാശാലയിലെ പ്യൂൺ നിയമനത്തിനായി തയ്യാറാക്കിയ താൽക്കാലിക ജീവനക്കാരുടെ റാങ്ക് ലിസ്റ്റ് ചോർന്ന വാർത്ത പീപ്പിൾ ടിവിയാണ് നേരത്തെ പുറത്തുവിട്ടത്. താൽക്കാലിക ജീവനക്കാർക്കായി നീക്കിവെച്ച 54 സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ചോർന്നത് നിയമന അഴിമതിയെ തുടർന്നാണെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. തുടർന്ന് ജോയിന്റ് രജിസ്ട്രാറും പ്രൊവൈസ് ചാൻസലറും നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് നടന്നുവെന്നും ലിസ്റ്റ് ചോർന്നത് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണെന്നും കണ്ടെത്തി. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് VC കത്തയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടികളുണ്ടായില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതിപ്പോൾ തിരുക്കപ്പെട്ട് നടത്താനുള്ള തീരുമാനം. അല്ലാതെ സാധാരണ ഇത് അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കെ കേവലം സാമ്പത്തികമായ അഴിമതി വരെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം അഴിമതിക്ക് കൂട്ടുനിന്ന ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് ഇത് പോകുന്നത് തീർച്ചയായിട്ടും സർവകലാശാലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ക്രമക്കേടിന് കൂട്ടുനിന്നുവെന്ന് ആരോപണമുയർന്ന ഉദ്യോഗസ്ഥരെ തന്നെയാണ് വീണ്ടും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. നിയമന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തിയാൽ വർഷങ്ങളോളം സർവകലാശാലയിൽ ജോലി ചെയ്തു വരുന്ന അർഹരായ പലരും പുറത്തുപോകുന്ന സാഹചര്യം വരും. അഴിമതിക്ക് വേണ്ടി യോഗ്യതയിലും വയസ്സിലും വരെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് മാറ്റം വരുത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത്. പഴയ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ വൈസ് ചാൻസലർ ചെയർമാനായ 5 അംഗ സെലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുത്തപ്പോൾ 2 ഇടത് അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെയാണ് സർവകലാശാല നിയമന നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. അനൂപ് KR, കോഴിക്കോട്.